വിഴിഞ്ഞം പദ്ധതിയുടെ നാൾ വഴികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. പദ്ധതിക്ക് അനുമതി നേടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച വി.എസ്. അച്യുതാനന്ദൻ സർക്കാർ 2007 ടെൻഡർ വിളിച്ചതും മൻമോഹൻ സിംഗ് സർക്കാർ അനുമതി നിഷേധിച്ചതും വിശദീകരിച്ച മുഖ്യമന്ത്രി 2011 ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പരാമർശിച്ചതേയില്ല. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടതും പ്രസംഗത്തിൽ ഇടം പിടിച്ചില്ല. എന്നാൽ ചടങ്ങിൽ സംസാരിച്ച കോവളം എം.എൽ.എ. എം. വിൻസെന്റ് തുറമുഖത്തിന് ആവശ്യമായ സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് വിശദീകരിച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത് EMS ആണെന്ന് ഓർമ്മിപ്പിച്ച വിൻസെന്റ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം വേണമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. അമ്മക്കപ്പൽ എത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ വാക്പോരാണ് പുതിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. 1996 EK നയനാർ സർക്കാരിൻ്റെ കാലം മുതൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെക്കുറിച്ചടക്കം 40 മിനിറ്റ് നീണ്ട സുദീർഘമായ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങളായി എടുത്തെടുത്ത് പറഞ്ഞപ്പോഴും 2015 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരൺ അദാനിയുമായി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒപ്പുവെച്ചതിനെക്കുറിച്ച് ഒരു വാചകം പോലും പരാമർശിക്കാതിരുന്നതാണ് പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത്. അതിനിടയിൽ കരൺ അദാനി തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനിടയിൽ കരാർ ഒപ്പുവെക്കാൻ കാരണക്കാരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചും അന്നത്തെ സ്ഥലം MP ആയിരുന്ന ശശി തരൂരിനെക്കുറിച്ചും ഹൃദ്യമായ ഭാഷയിൽ അവരോട് നന്ദി പറയുന്നു, അവരുടെ സേവനങ്ങൾ ഹൃദ്യമായ രീതിയിൽ ഓർക്കുന്നുവെന്നുകൂടി പരാമർശിച്ചതിന് പിന്നാലെയാണ് എം. വിൻസെന്റ് MLA ആശംസാ പ്രസംഗം നടത്തിയത്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്ന് ഈ കരാർ ഒപ്പിട്ടതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന പഴികൾ ചെറുതൊന്നുമല്ല എന്ന വിമർശനം പരോക്ഷമായി ഇടതുപക്ഷത്തിന് നേരെ നടത്തിയത്. To the warm and welcoming people of Vizhinjam and Thiruvananthapuram, to Shri Shashi Tharoorji, Honorable Member of the Parliament for Thiruvananthapuram, to the late Shri Omanchandi ji, to my Adani colleagues who put their heart and soul into this project, and also to the many leaders present here who put aside all their political differences to see Kerala's dream come true. ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ് ഇത്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെൻറ്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹമായിരുന്നു. നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നതിനിടയിൽ വികസന കാര്യത്തിലെങ്കിലും രാഷ്ട്രീയം മാറ്റിവെക്കണമെന്ന EMS പറഞ്ഞ വാക്കുകൾ കൂടി ഓർമ്മിപ്പിച്ചു. അതോടൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് കൂടി ഈ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചിരുന്നെങ്കിൽ വേദി കൂടുതൽ മനോഹരം ആകുമായിരുന്നു എന്ന് കൂടി പറഞ്ഞു വെച്ചത്. എന്തായാലും ഈ ഡിസംബർ മാസത്തിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നേട്ടം, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ നേട്ടം ആർക്കാണ് എന്ന അവകാശവാദവുമായി ഓരോ രാഷ്ട്രീയ കക്ഷികളും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും എത്ര തന്നെ അവഗണിച്ച് മാറ്റി നിർത്താൻ ഓരോ പേരുകളും ശ്രമിച്ചാലും അതത് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ കാലത്ത് ഏത് തരത്തിലാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്ന തരത്തിലായിരുന്നു ഉദ്ഘാടന വേളയിൽ വേദിയിൽ നടത്തിയ പ്രഭാഷണങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത്. എന്തായാലും ഈ വിവാദം ഇവിടം കൊണ്ടങ്ങ് കെട്ടടങ്ങില്ല. വരും ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വികസന നേട്ടം അത് ഉയർത്തിക്കാണിക്കാൻ ഇടത് സർക്കാരും അതോടൊപ്പം ഇതിന് തുടക്കമിട്ടതിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണിത്, തങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് നിയമസഭയിൽ തുടക്കമിട്ട അവകാശവാദങ്ങൾ രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റാൻ UDF ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്.